സ്തോത്രം. ഒരു സൃഷ്ടിക്കും വർണ്ണിപ്പാൻ വഹിയാത്മമായ ഇന്ത്യാദൃശ്യങ്ങളിൽ നിന്ന് കരുണയോടെ ഞങ്ങൾ കരുവിയുടെ അടുക്കിലേക്ക് നീ ഇറങ്ങി വരികയും നിന്റെ കഷ്ടമില്ലായ്മ നൽകുകയും നിന്റെ മരണത്താൽ നാശമില്ലായ്മയെ ക്ഷണിച്ചു വരുത്തുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങളും സഹിക്കുകയും ചെയ്തു. ജീവനുണ്ടാക്കുന്നതിന്റെ പുരുഷാരോഹണത്തെക്കുറിച്ചും രക്ഷാകരമായ നിന്റെ മരണത്തെക്കുറിച്ചും മുൻകൂട്ടി അറിയിച്ച പരിശുദ്ധ ദീർഘദർശികളുടെയും എല്ലാ സൂചനകളും ഉദാഹരണങ്ങളും നിന്റെ തിരുവേദിയിൽ നീ നിറവേറ്റി. ഇങ്ങനെയെന്നാൽ ഒരു സന്ധ്യാസമയത്ത് വധിക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ കൊണ്ട് ഞങ്ങളെ രക്ഷയെ ഉദാഹരിച്ചു. മറ്റൊരാൾ വൃക്ഷത്തിൽ കാണപ്പെട്ട ആട്ടുകൊറ്റനെ നിന്റെ വലിയ രൂപപ്പെടുത്തി. ഒരുവൻ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹരിക്കപ്പെടുന്ന ചുവന്ന പശുക്കുട്ടിയിൽ നിന്നെ ചിത്രീകരിച്ചു. വേറൊരാൾ രോഗം വെട്ടുന്നവന്റെ മുന്നിൽ പെണ്ണാടിനെ കൊണ്ട് നിന്നെ ഉപമിച്ചു. ഒരുവൻ ആട്ടിൻകുട്ടി എന്നപോലെ വെട്ടുവാൻ കുട്ടിക്കൊണ്ട് പോകുമെന്ന് പ്രവചിച്ചു. വേറൊരു അതിർത്തികളോട് ഓടി നീണ്ടപ്പെടുമെന്ന് പ്രഖ്യാപനം ചെയ്തു. ഒരുവരുടെ അടിക്ക് അവന്റെ ആടുകൾ ചിതറിപ്പോകുമെന്ന് ഉദ്ഘോഷിച്ചു. വേറൊരു ഇസ്രായേലിയുടെ അവർ ചേട്ടുനടിക്കുമെന്ന് പ്രസംഗിച്ചു. ഒരുവൻ എന്റെ കൈകളും കാലുകളും അവർ കുത്തിട്ട് വച്ചു എന്ന് പാടി. വേറൊരുവന് കുത്തിയെ സൂക്ഷിച്ചു നോക്കുമെന്ന് ഉപദേശിച്ചു. ഒരാൾ രാജാവ് കൊല്ലപ്പെടുമെന്നും അവന്റെ കൊലയാൽ ഇഷ്ടപ്പെടണം നശിക്കുമെന്നും അറിയിച്ചു. അവൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് അവനോട്, ഇവർ നിനക്ക് വിരോധമായി എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് നൽകുന്നത്, നീ കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ അതിനും അനുവദനവും പോലും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ മറുപടി പറയുന്നില്ലയോ? നോക്കുക, ഇവർ നിനക്കെതിരായ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു. യേശുവാകട്ടെ പീലാത്തോസ് ആശ്ചര്യപ്പെടുമാറ് വീണ്ടും ഒന്നും മറുപടി പറയാതെയിരുന്നു. പെരുന്നാൾ തോറും ഞങ്ങൾ ഇച്ഛിക്കുന്നത് നാടുവാഴി അവർ കൊണ്ടുകൊടുക്കുന്ന ഒരു പദവുണ്ടായിരുന്നു. കലഹത്തിൽ കൊലപാതകം ചെയ്തതിനുമായ കലഹക്കാടുകൂടി ബാറബ എന്ന് പിടിക്കപ്പെടുന്ന ഒരുവരും തടവിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ഉച്ചസമയത്തിൽ പതിവിൻ പ്രകാരം തങ്ങൾക്ക് ചെയ്തു കിട്ടാൻ അപേക്ഷിച്ചു തുടങ്ങി. അവർ ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ പീലാത്തോസ് അവരോട്, ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ബാറബായോ മശിഹായിൽ ഓടിക്കപ്പെടുന്ന യേശുവിനെയോ എന്ന് ചോദിച്ചു. പ്രധാനാചാര്യന്മാർ അസൂയനിമിത്തമാണ് ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് അറിഞ്ഞിരുന്നു. നാടുവാഴി തന്നെ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അളയിച്ച അവിടത്തേക്ക് ആ പുണ്യവാന്റെ മേൽക്കാര്യമില്ല. എന്നാൽ ഞാനിന്ന് അവന്റെ നിമിത്തം സ്വപ്നത്തിൽ വളരെ കഷ്ടത അനുഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പ്രധാനാചാര്യന്മാരും കഴിച്ചിരിക്കുവാനും ബാറബായെ ചോദിക്കുവാനും യേശുവിനെ അന്വേഷിക്കുവാനുമായ പുരുഷാർത്ഥത്തെ സമ്മതിച്ചു. നാടുവാഴി പിന്നെയും അവരോട്, ഇവർ രണ്ടുപേരിൽ ആരെ ഞാൻ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചതിന് അവർ ബാറബായെ എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, മശിഹായിൽ വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? യഹൂദന്മാരുടെ രാജാവ് നിങ്ങൾ വിളിക്കുന്നവനെ തന്നെ എന്ന് ചോദിച്ചു. അവർ വീണ്ടും അവനെ ക്രൂശിക്കുക എന്ന് അഭ്യർത്ഥിച്ചു. പീലാത്തോസ് അവരോട്, ഇയാൾ എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചു. അവനെ ക്രൂശിൽ തറയ്ക്കണം എന്ന് അധികമായി ആർത്തു വിളിച്ചു പറഞ്ഞു. പീലാത്തോസ് ആവട്ടെ ആരോ വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടിട്ട് പുരുഷാരത്തിന് മുമ്പിൽ വെച്ച് വെള്ളമെടുത്ത് തൻ്റെ കൈകൾ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും എന്ന് പറഞ്ഞു. ജനമാകെ ഉത്തരമായിട്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മക്കളുടെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ ബാറബായെ അവർക്ക് വിട്ടുകൊടുക്കുകയും
യേശുവിനെ ചുമട്ട് കൊണ്ടുപോയി കുടിത്തിറപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒറ്റുകാരനായ യേശുവിൻ്റെ മേൽ കുറ്റം വിധിക്കപ്പെട്ടു എന്ന് കണ്ടിട്ട് പശ്ചാത്തപിച്ചവർ പ്രധാനാചാര്യന്മാരുടെയും ശിഷ്യന്മാരുടെയും അടുക്കിലേക്ക് ആ 30 വെള്ളിക്കാശ് തിരിച്ചു കൊണ്ടുപോയി, കുറ്റമില്ലാത്ത രക്തത്തെ വിറ്റുകൊടുക്കുകയാൽ ഞാൻ പാപിയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവന് ശിഷ്യനോട്, ഇതാ നിന്റെ മാതാവ് എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്നെ ഗൃഹത്തിൽ കൈക്കൊള്ളുകയും ചെയ്തു. അനന്തരം യേശു സകലവും നിവൃത്തിയായി എന്ന് അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു പാത്രം ചൊറുക്ക നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോഞ്ച് ചൊറുക്കായിൽ മുക്കി ഈ സോപ്പ് തണ്ടിൽ വെച്ച് അവന്റെ വായോട് അടുപ്പിച്ചു. യേശു ആകട്ടെ ചൊറുക്ക സ്വീകരിച്ച ശേഷം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു, എന്റെ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് ഉച്ചസ്വരത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു.
തലചായ്ച്ച് പ്രാണനെ വിട്ടു. ഉടനെ ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി ചിന്തിപ്പോയി. ഭൂമി ഉലങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു. മരിച്ചുപോയിരുന്ന അനേകം വിശുദ്ധന്മാരുടെ ശരീരങ്ങളും ദാനം ചെയ്തു. അവർ പുറപ്പെടുകയും അവന്റെ പുനരുദ്ധാനത്തിനു ശേഷം അവർ വിശുദ്ധ പട്ടണത്തിൽ പ്രവേശിക്കുകയും പലർക്ക് കാണപ്പെടുകയും ചെയ്തു. യേശുവിനെ കാത്തുകൊണ്ടിരുന്ന ശതാധിപനും കൂടെയുള്ളവരും ഭൂമി കുലുക്കവും ഉണ്ടായ മറ്റു സംഗതികളും കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് ഇവൻ സത്യമായിട്ടും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കാണുവാൻ കൂടെയിരുന്ന ജനങ്ങളെല്ലാം സംഭവിച്ച സംഗതി കണ്ടിട്ട് നെഞ്ചത്ത് അടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ബർഖുമോ ഇല്ലമുറിയോ ഊസെകുത്തോ യാരോടെ മൃതി പോ സഭയുടെ വഴികൾക്കായി വഴിയാതിനോട് അപേക്ഷിക്കുകയും ഈ സ്വന്തത്തോടുകൂടെ തിരുമുമ്പിൽ അഭയാത നടത്തുകയും ചെയ്യുന്നു. ആദ്യം നിനക്ക് നീ സൃഷ്ടി മശിഹാപുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ആത്മാക്കളെ രക്ഷിച്ചൊരു ശ്രീവായ നമിച്ചിങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു. മശീഹ ഞങ്ങളുടെ ആത്മതിനാലെ രക്ഷയുണ്ടായെന്ന ശ്രീവായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാപുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ഞങ്ങളുടെ ആത്മത്തിനാലെ രക്ഷയുണ്ടായെന്ന ശ്രീവായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാതമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ആത്മാക്കളെ രക്ഷിച്ചൊരു ശ്രീവായ നമിച്ചെങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു. മശീഹ ഓർക്കെങ്ങളെ നീ വന്നിടുമ്പോൾ ഞങ്ങളുടെ ആത്മതിനാലെ രക്ഷയുണ്ടായെന്ന ശ്രീവായി ഞങ്ങൾ
കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കടനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ആത്മാക്കളെ രക്ഷിച്ചോനി ശ്രീവായ ചോരനോടൊപ്പം ചൊല്ലുന്ന മശീഹാ ഓർക്കങ്ങളെ നീ വന്നിടുമ്പോൾ ഞങ്ങളുടെ ആത്മത്തിനാഥന രക്ഷയുണ്ടായെന്ന് ശ്രീവായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്ന് കള്ളനോട് കൂടി ഞങ്ങളും ചൊല്ലുന്നു. ഞങ്ങളെ രക്ഷയുണ്ടായെന്ന് ശ്രീവായി ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ദേവോ ചോരനോടൊപ്പം ചൊല്ലുന്ന മശീഹാ ഓർക്കങ്ങളെ നീ വന്നിടുമ്പോൾ ഞങ്ങളുടെ ആത്മത്തിനാലെ രക്ഷയുണ്ടായെന്ന് ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങൾ ചൊല്ലുന്നു. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായെന്ന ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ആത്മാക്കളെ രക്ഷിച്ചൊരുനിൻ ശ്ലീബായ നബിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്ന മശീഹാ ഓർക്കങ്ങളെ നീ വന്നിടുമ്പോൾ ഞങ്ങളുടെ ആത്മാവിനാലെ രക്ഷയുണ്ടായെന്ന് തിരികെ മൂന്നാമത്തെ പ്രാവശ്യം വടക്കേവശത്തൂടെ പോയി തെക്കുഭാഗത്തുകൂടി മദ്വഹായിക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഔദമാലാഖയുടെ ക്രമവും നടത്തി ഖബറടക്ക ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ഇവിടെ ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ഈ രണ്ട് വശങ്ങളിലായിട്ടുള്ളവർ അവിടുന്ന് കസേരകൾ മാറ്റി വിട്ടു ഒക്കെ
ഈ ക്രമീകരണങ്ങളിൽ ഭാഗവാക്കാകണമെന്ന കാര്യവും സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. മണിയും ദേവാലയ മണി ഒറ്റമണിയായിട്ടും ഇടിക്കാവുന്നതാണ്. ദോഷപൂർണമായ പ്രദക്ഷിണമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണമെന്ന കാര്യം അറിയിക്കുന്നു. ആഘോഷത്തിൻ്റെ ശ്രമം നടത്തപ്പെടുകയാണ്. കൃത്യമായ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. അനുഗ്രഹങ്ങളും കരുണയും എൻ്റെ ലോകങ്ങളിലും ചെറിയപ്പെടുമാറാകണമേ. ആമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയപ്രതി പുരുഷൻ തൂക്കപ്പെട്ട വശികാതമ്പുരാനെ, നിന്റെ വിശുദ്ധ ശ്ലീബ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ലക്ഷ്യവും വിജയത്തിന്റെ പതാകയും രക്ഷയുടെ ആയുധവും ആയിത്തീരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് പാണികൾ നീട്ടേ പാരിൻ നാലതിരുകൾ കരഗതമാക്കി നാഥനെ നഗ്നം കണ്ടതിനാൽ ഗഗനത്തിൽ പകലോൻ മങ്ങി പകൽ മധ്യാഹ്നം നിന്റെ ഇടവയിലെ ആടുകൾ അഹങ്കാരിയായ സകലശീലങ്ങളിൽ നിന്നും വിരാഗികളായ ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ ക്രൂശിതനായൊരു വേളയതിൽ നിന്നെ
കർത്താവേ, കർത്താവേ, നിന്റെ ശ്രീവാന്റെ പരിശുദ്ധ ജീവപ്രദമാശ്രീമായ ഞങ്ങളെ രക്ഷിച്ചോ തന്നെ നീയാദരനായിടുമ്പോ ഞങ്ങളെ ഓർക്കണമെന്നേവം ചോരനൊടൊന്നി ചുരുഘോഷിച്ചെപ്പോഴും കൂപ്പുന്നാടിയ ശത്രുക്കളെ നീക്കികാത്തങ്ങളെ നീതി വരഞ്ഞോ ഹിന്ദാല ഉലകത്തിൽ ജീവിത ശിഷ്ടം സംരക്ഷിച്ചോരാനൗക നവജീവന സുവിശേഷത്തിൽ ലോകത്തിനു പരമരുളിയതാം ശ്രീബാ തന്നുടെ ദൃഷ്ടാന്തം തന്നുടെ പൂജാ ദിവസത്തിൽ പാരും വാനും പുതുമോദ പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമും ചേർന്നോതിയിടേണം. ക്രമമാണല്ലോ. വിശ്വാസിനിയ തിരുസഭകൻ സുതരാർത്തിക്കുന്നു ഞങ്ങൾക്കായി സിയോനെ മശീഹായെ ക്രൂശിച്ചോളെ ആ കഷ്ടം ഭാഗ്യം സഭയെ സ്തുതി മഹിതേ ഏറ്റാനടി മൗനം വിധികേ വിമലൻ പൈശൂന്യത്താൽ ഈശോയെ പ്രതിയാർത്തു വിധിനാഥ ഞങ്ങളെ നിന്ദിക്കും യൗസേപ്പിൻ സുതനെ തൂക്കിടുക സൗഖ്യതരെ തള്ളുകയാ
ഭ്രമമാർന്നു. ഇന്നാൾ ശ്രാപ്പികൾ കാദേശ് കാദേശ് എന്നേവം വാഴ്ത്തും